എൻ്റെ എല്ലാ കുട്ടികൾക്കും നമ്മൾ +1 ഇംപ്രൂവ്മെന്റ് വളരെ 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 സീരിയസ് ആയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഡേറ്റ് 19-ാം തീയതിയാണ്, നവംബർ 19. അടുത്ത ഡിസംബർ 19 ആകുമ്പോൾ നമ്മുടെ പരീക്ഷ, ഫിസിക്സിന്റെ പരീക്ഷ കഴിഞ്ഞു. കാരണം ഡിസംബർ 18-ാം തീയതിയാണ് ഫിസിക്സിന്റെ പരീക്ഷ. അത് നമ്മൾ എത്രയും മാക്സിമം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ ടാഗ് ലൈൻ ഓർക്കുക, മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്ക്. ഇപ്പോഴും എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഒരു 10 ക്വസ്റ്റ്യൻ പറഞ്ഞു തരാമോ? ലോകത്തിൽ ഒരു അധ്യാപകൻ അങ്ങനെ പറഞ്ഞ് തരാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു തരുന്ന ഒരു അധ്യാപകൻ ചുമ്മാ നിങ്ങളെ ഉറപ്പായിട്ടൊരു കബളിപ്പിക്കുന്ന സംഭവം. എങ്കിലും 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഈ 10 ക്വസ്റ്റ്യൻ വരുന്നില്ലെങ്കിൽ അത് മാത്രം പഠിച്ചുകൊണ്ട് പോകുന്ന കുട്ടികൾ 10 ക്വസ്റ്റ്യൻ വരുന്നില്ലെങ്കിൽ തീർന്നില്ലേ, പരിപാടി കഴിഞ്ഞില്ലേ? നമ്മളത് അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും നല്ലപോലെ സമയമുണ്ട്. മോട്ടിവേറ്റിംഗ് വീഡിയോസും കാര്യങ്ങളും എല്ലാം വരും. അതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ 1-2 ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല, 6-7 വർഷത്തെ ക്വസ്റ്റ്യൻസ്, നല്ല ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ഒരു വീഡിയോ ചെയ്തു. ഒരു വീഡിയോയുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ചെയ്ത് നിർത്താം. അന്നേരം അതിനകത്ത് മാക്സിമം ആ വീഡിയോ ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം നാളെ വരാൻ പോകുന്ന വീഡിയോ, വെള്ളിയാഴ്ച നാളെ വരാൻ പോകുന്ന വീഡിയോ ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്. കാരണം ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. ഇതൊന്നും മിസ്സാക്കാതിരിക്കുക. നിങ്ങൾ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പോഴും ഇതൊന്നും ക്ലാസ്സിൽ ഉണ്ടെന്ന് പോലും അറിയാത്ത ഒരുപാട് കുട്ടികൾ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ സ്കൂളിൽ ആണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ കസിൻസിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം മാക്സിമം പരീക്ഷയ്ക്ക് എല്ലാവർക്കും മാർക്ക് കിട്ടട്ടെ. നമുക്കും ഒരാൾക്ക് മാത്രം മാർക്ക് കിട്ടണം എന്നുള്ള ഒരിക്കലും നമ്മൾ വിചാരിക്കരുത്. എല്ലാവരും പഠിച്ച് നല്ലൊരു മാർക്ക് മേടിക്കുക. എല്ലാവരും കഷ്ടപ്പെട്ട് മാക്സിമം മാർക്ക് മേടിക്കുക. ഫുൾ മാർക്ക് മേടിക്കാൻ നോക്കണം. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ട് ഡബിൾ പാസ് മേടിക്കട്ടെ സാറേ. ഞാൻ പറഞ്ഞു മാക്സിമം മാർക്ക് മേടിക്കുക. ഏറ്റവും നമുക്ക് 80-80, 60-60 മാർക്ക് മേടിക്കാൻ മാക്സിമം നിങ്ങൾ നോക്കുക. കാരണം നോക്കുക എന്നുള്ളതല്ല, നോക്കണം കേട്ടോ. അന്നേരം അതിനായിട്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. അതുപോലെ +2ന്റെ ഇപ്പൊ ഒരുപാട് കുട്ടികൾ പുതിനായിട്ട് ഗ്രൂപ്പുകളിലും ഒക്കെ വരുന്നതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് പേരോട് എന്നോട് ചോദിക്കുന്നുണ്ട് ഫീസ്. ഈ +2 അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. +2 അഡ്മിഷൻ നമുക്ക് ക്ലോസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. കൂടുതൽ സമയം ഞാൻ ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ ചെയ്യേണ്ട ഒരു കാര്യം, വാട്സപ്പിനകത്ത് നിങ്ങൾ എന്നെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, ഫോൺ നമ്പർ, പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റെ വാട്സപ്പിനകത്തോട്ട് അയച്ചു തന്നാൽ മതി. കൃത്യമായിട്ട് അത് അയച്ചു തന്നിരിക്കണം. ചേരേണ്ട കുട്ടികൾക്കെല്ലാം അത് ചേരാൻ പറ്റും ഉറപ്പായിട്ടും. ഇതുവരെയുള്ള ക്ലാസ്, ഇതുവരെയുള്ള നോട്ട്സ് എല്ലാം തരും. ഒരു വർഷത്തേക്കുള്ള ഞാൻ പറഞ്ഞു, ഇങ്ങനൊന്നും ഒരിടത്തും ഒരധ്യാപനം ചെയ്ത് തരത്തില്ല. ഒരു വർഷത്തെ ഫുള്ള് ക്ലാസ്സും ഫുള്ള് നോട്ട്സും ഡിസ്കഷനും എല്ലാം ഉൾപ്പെടെ 2000 രൂപ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈസി ആയിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് ചെയ്ത് തരും. ഒരു ടെൻഷൻ ഇല്ല. നിങ്ങളുടെ +2 വളരെ ടെൻഷൻലെസ് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള കുട്ടികൾക്കെല്ലാം അറിയാം. നമുക്ക് പേഴ്സണലായിട്ട് പറയാവുന്ന കാര്യങ്ങളും മോട്ടിവേറ്റിംഗ് കാര്യങ്ങളും എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്ക് ചെയ്തു തരാനും പറ്റും. കാരണം ഉറപ്പായിട്ടും ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്കെല്ലാം ഉറപ്പായിട്ടും സുവർണാവസരമാണ്. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അന്നേരം ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇന്നും അടുത്ത ദിവസവും ഉള്ള ടോപ്പിക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു വലിയൊരു അധ്യായമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിരുന്നു, വർക്ക് ഡൺ ബൈ ആൻ ഐസോതെർമൽ ചേഞ്ച്. ഇന്ന് ഞാൻ ഈ ഒറ്റ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ നന്നായിട്ട് പഠിക്കണം, എഴുതി പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ ടോപ്പിക്ക് മാത്രം എടുത്തത്. കാരണം ഇന്നുള്ള ലാസ്റ്റ് പോർഷനിലേക്ക് എത്താറായി. കാരണം വർക്ക് ഡൺ ബൈ ആൻ അഡയാബാറ്റിക് പ്രോസസ്. വർക്ക് ഡൺ ബൈ ആൻ അഡയാബാറ്റിക് പ്രോസസ്. അത് കഴിഞ്ഞിട്ട് കാർനോട്ട് സൈക്കിൾ നമുക്ക് ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പഠിക്കാം. കാർനോട്ട് സൈക്കിളും റെഫ്രിജറേറ്ററും എല്ലാം ഒരു ക്ലാസ് കൊണ്ട് ഫ്രെയിം ചെയ്യാം. അത് കഴിഞ്ഞാൽ കൈനറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ചെറിയ ചാപ്റ്ററിലേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ കഴിഞ്ഞല്ലോ. അന്നേരം ഒരിക്കലും ലാസ്റ്റ് നിമിഷം പോയി ഈ പറഞ്ഞ പോലെ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിക്കാമെന്ന് പറയുന്ന ലോട്ടറി പോയി എടുക്കരുത്. ആ ലോട്ടറി അടിക്കാൻ ചാൻസ് ഇല്ല. എപ്പോഴും റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക്, നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും. നിങ്ങളെല്ലാം അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ്. ഒന്നും പേടിക്കണ്ട. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, വാ പറഞ്ഞല്ലോ കേട്ടോ. അന്നേരം തെർമോഡൈനാമിക്സ്, വർക്ക് ഡൺ ബൈ ആൻ അഡയാബാറ്റിക് പ്രോസസ്. ഓക്കെ, പവർ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇക്വേഷൻ ഫോർ ആൻ അഡയാബാറ്റിക് ചേഞ്ച് ഫോർ എ പെർഫെക്റ്റ് ഗ്യാസ്. ആദ്യം നമുക്ക് ഇക്വേഷൻ പഠിച്ചിട്ട് അതിന്റെ വർക്ക് ഡൺ പഠിക്കാം. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു പോകുന്നല്ലേ എപ്പോഴും നല്ലത്. ഇക്വേഷൻ ഫോർ ആൻ അഡയാബാറ്റിക് ചേഞ്ച്. ഇക്വേഷൻ ഡിറൈവ് ചെയ്തൊന്നും എഴുതണ്ട.
നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ഒന്നൊന്ന് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. PV raised to gamma, PV raised to gamma is equal to a constant. PV raised to gamma is equal to a constant. ആ കോൺസ്റ്റന്റ് നമുക്ക് ലെറ്റർ കൊടുത്തേക്കാം. നമ്മുടെ സ്ഥിരം കോൺസ്റ്റന്റ് കൊടുക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ, ഇല്ലേ? ഇവനെ നമ്മൾ ഫിക്സ് ചെയ്യും, K. അന്നേരം PV raised to gamma is equal to K എന്ന് പറയുന്നതാണ് ഇക്വേഷൻ ഫോർ എ അഡിയാബാറ്റിക് ചേഞ്ച് ഫോർ എ ഐഡിയൽ ഗ്യാസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസിനുള്ള മെയിൻ ഇക്വേഷൻ. PV raised to gamma is equal to K. മറ്റേടത്ത് ഐസോതെർമലിന്റെ അവിടെ നിങ്ങൾ ഓർത്തോണം, PV is equal to കോൺസ്റ്റന്റ് എന്നൊക്കെ പഠിച്ചു. V1 is equal to V2 is equal to കോൺസ്റ്റന്റ്. അന്നേരം രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 raised to gamma is equal to P2 V2 raised to gamma is equal to K. അന്നേരം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എന്നോടൊരു സംശയം ചോദിക്കണം, സാറേ ഈ P എന്ന് പറയുന്നത് പ്രഷറാണ്, V എന്ന് പറയുന്നത് വോളിയമാണ്, അതൊക്കെ ഓക്കെ, K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഗാമ എന്ന് പറയുന്നത്, ഗാമ എന്ന് പറയുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഗാമ എന്ന് പറഞ്ഞാൽ CP by CV. നിങ്ങളോട് ചോദിക്കും CP എന്താണ് സാറേ? CP എന്താണ്? കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. C എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി ആണ്. CP എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് കപ്പാസിറ്റി കോൺസ്റ്റന്റ്, സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അന്നേരം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഗാമയുടെ വാല്യൂ ഗാമ ഈസ് ഈക്വൽ ടു CP by CV. ഇത് നമ്മൾ എവിടെങ്കിലും പഠിച്ചായിട്ടൊരു ഓർമ്മയുണ്ടോ? ഞാൻ ഇതുമായിട്ട് പറയുമ്പോൾ ഒന്ന് കണക്ട് ചെയ്തങ്ങ് പഠിച്ചോണേ. വേവ്സിനകത്ത് ലാപ്ലേസ് കറക്ഷൻ ഉണ്ട്. അതിനകത്ത് ഇതുപോലെ ഗാമ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഗാമ ഈസിക്കൽ CP by CV ഫോർ എയർ ഗാമ ഈസിക്കൽ 1.4 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വേവ്സിനകത്ത്. എന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ, കൺഫ്യൂസിങ് ആകണ്ട. ഇത്രയും ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം, ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. PV raised to gamma is equal to a constant. കോൺസ്റ്റന്റ് K എന്ന് കൊടുത്തു. അന്നേരം PV raised to gamma is equal to K. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ P1 V1 raised to gamma is equal to P2 V2 raised to gamma is equal to K. ഗാമ എന്ന് പറഞ്ഞാൽ CP by CV. CP എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, CV എന്ന് പറയുന്നത് സ്പെസിഫിക് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്ലിയർ ആയി? ക്രിസ്റ്റൽ ക്ലിയർ. ഇനി നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ നല്ല അങ്ങോട്ട് മെനഞ്ഞെടുക്കാം. ഓക്കെ വാ, ഓക്കെ വാ. നമുക്ക് എക്സ്പ്രഷൻ പഠിക്കാം. നമ്മൾ ഇക്വേഷൻ ഫോർ ആൻ അഡിയാബാറ്റിക് പ്രോസസ്സിനുള്ള ഫോർ എ പെർഫെക്റ്റ് ഗ്യാസിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. PV raised to gamma is equal to a constant. ഇതെല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. രണ്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തൊരു ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞാൽ P1 V1 raised to gamma is equal to P2 V2 raised to gamma is equal to a constant അല്ലെങ്കിൽ is equal to K. അന്നേരം നമുക്ക് അതിന്റെ എക്സ്പ്രഷൻ ഫോർ ദി വർക്ക് ഡൺ ബൈ എ പെർഫെക്റ്റ് ഗ്യാസ് ഡ്യൂറിങ് ആൻ അഡിയാബാറ്റിക് ചേഞ്ച്. ഒരു നല്ല ശതമാനം കുട്ടികൾ ഈ ഡെറിവേഷൻസ് കാണുമ്പോൾ ഒന്ന് പേടിച്ചു പോയിട്ട് ഞങ്ങൾ ഇത് പഠിക്കുന്നില്ല, ഞങ്ങൾക്ക് ബാക്കിയുള്ള മാർക്ക് മതി, ഇത് തന്നെ പരീക്ഷിക്കാൻ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ. അന്നേരം നമ്മൾ ആ മാർഗങ്ങൾ കൂത്തില്ല, ഒന്നും നമ്മൾ കളയണ്ട. ഇതൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സ്റ്റെപ്പുകൾ എത്ര കൂടിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് ഏത് കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. DW is equal to PdV. അവിടെയാണ് നമ്മൾ ഐസോതെർമൽ ചേഞ്ചിങ് തുടങ്ങിയതിന്റെ ഇക്വേഷൻ അവിടെ ആയിരുന്നു. DW is equal to PdV നമ്മൾ വർക്ക് ഡണ്ണിലുള്ള ഇക്വേഷൻ ആണ്. W is equal to PdV എന്ന് പറയുന്നത് വർക്കിനുള്ള മെയിൻ ഇക്വേഷൻ. അത് വേറെ രീതിയിൽ എഴുതിക്കുന്നുള്ളൂ. DW is equal to P into dV. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഞെട്ടേണ്ട ആവശ്യമില്ല, രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുക. കഴിഞ്ഞ വട്ടം നമ്മളത് ചെയ്തതാണ്. ഇന്റഗ്രേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അന്നേരം ഇവിടെ ഇന്റഗ്രലിന്റെ സിമ്പിൾ കൊടുത്തു. ഇതാണ് ഇന്റഗ്രലിന്റെ സിമ്പിൾ. ഇന്റഗ്രൽ DW ഈസ് ഈക്വൽ ടു ഇവിടെ ഇന്റഗ്രൽ കൊടുത്തു. എന്നിട്ട് ഇവിടെ V1 to V2 PdV എന്ന് എഴുതി. അതിനുള്ള കാരണം കൃത്യമായിട്ട് പറഞ്ഞുതരാം. P ഇവിടെ കോൺസ്റ്റന്റ് ആണ്, dV എന്ന് പറഞ്ഞാൽ വോളിയത്തിന്റെ ചേഞ്ച് ആണ്. ആ വോളിയം ചേഞ്ച് ആണ് ഇവിടെ ലിമിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് V1 to V2. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വോളിയം, V2 എന്ന് പറഞ്ഞാൽ ഫൈനൽ വോളിയം ആയിരിക്കും. V1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും V2 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുമാണ്. V1 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും V2 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റുമാണ്. ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഓക്കെ, ഇന്റഗ്രൽ DW is equal to ഇന്റഗ്രൽ V1 to V2 PdV. ഓർമ്മൊന്നും ചെയ്ത് കേട്ടോ. ഇനി നോക്കിയേ,
നമ്മുടെ മെയിൻ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ച പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ. ഇതെന്തിനാ ഇവിടെ എഴുതിയെന്ന് നിങ്ങൾ ചോദിച്ചാൽ ഈ പി ഉണ്ടല്ലോ, ഇവന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇക്വേഷൻ എഴുതിയേക്കുന്നത് പി വി റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു കെ. അതിൽ നിന്ന് പി ഈസ് ഈക്വൽ ടു കെ ബൈ വി റേസ് ടു ഗാമ. ഇനി നമുക്ക് പിക്ക് പകരം കെ ബൈ വി റേസ് ടു ഗാമ കൊടുക്കാമല്ലോ, അത്രേ ഉള്ളൂ. പകരം ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, ഇന്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആണ്. ഇന്റഗ്രൽ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ v1 to v2 പിക്ക് പകരം കെ ബൈ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി. ക്ലിയർ ആയല്ലോ? പിക്ക് പകരം കെ ബൈ വി റേസ് ടു ഗാമ കൊടുത്ത് ഇന്റഗ്രൽ ഡി വി, കെ ബൈ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി വി. അടുത്ത സ്റ്റെപ്പ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇങ്ങനെ നമ്മൾ പുറത്തെടുത്തു, അത് കോൺസ്റ്റന്റ് ആണല്ലോ, നമുക്ക് പുറത്തെടുക്കാം. കെ ഇങ്ങനെ പുറത്തെടുത്തു, എന്നിട്ട് ബാക്കി ഇന്റഗ്രൽ v1 to v2 വി റേസ് ടു ഗാമ താഴെ, അതായത് നമുക്ക് ഇങ്ങനെ എഴുതാം 1 ബൈ വി റേസ് ടു ഗാമ ഇൻറ്റു ഡി വി അല്ലേ. ഇപ്പം 1 ബൈ എക്സ് സ്ക്വയർ ആണെങ്കിൽ മുകളിൽ പോകുമ്പോൾ എക്സ് റേസ് ടു -2 വരത്തില്ലേ? അങ്ങനെയാണെങ്കിൽ വി റേസ് ടു ഗാമ മുകളിൽ പോവാന്ന് വിചാരിച്ചാൽ അതെന്ത് വരും? വി റേസ് ടു മൈനസ് ഗാമ ആവും. അടുത്ത സ്റ്റെപ്പ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇന്റഗ്രൽ v1 to v2 വി റേസ് ടു മൈനസ് ഗാമ ഇൻറ്റു ഡി. ക്ലിയർ ആയ ഇത്രയും സ്റ്റെപ്പുകൾ പഠിക്കാനുണ്ട്, നന്നായിട്ട് എഴുതി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ക്ലാസ് തന്നെ ആക്കിയത്. 1 2 3 4 5 6 7 സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് നന്നായിട്ട് ഇത് കേൾക്കുമ്പോൾ തന്നെ അങ്ങ് എഴുതി പഠിച്ചേക്കണം, ഒരു സംശയം വരരുത്. ഇനി കിടിലോ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞ് മണി പോലെ പഠിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഇക്വേഷനിലോട്ട് പോവാം. ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇത്രയും കാര്യമായിട്ട് എന്താ സാർ പഠിപ്പിക്കുന്നത്? കാരണം വേറെ ഒന്നുമല്ല, ഒന്ന് നല്ല ബുദ്ധിമുട്ടുള്ള ഡെറിവേഷൻ ആണ്, 2 ബുദ്ധിമുട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇതിനകത്ത് ഡിഫറൻസിയേഷനും മാത്സിലെ ഇതേവരെ കാണാത്ത സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയൊക്കെ വേണം. 2 ഇത് 3 മാർക്കിനോ 4 മാർക്കിനോ 5 മാർക്കിനോ വരെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 3 4 5 അത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ ചിലപ്പോൾ ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് എടുക്കും. അതിന് മുമ്പേ ഞാൻ എഴുതി നിർത്തിയ ഇക്വേഷൻ ആയിരുന്നു ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു v1 to v2 വി റേസ് ടു മൈനസ് ഗാമ ഇൻറ്റു ഡി വി. മുമ്പേ ഞാൻ എഴുതി നിർത്തിയ ഇക്വേഷൻ ആണ് അല്ലേ. ഗാമ മുകളിൽ പോകുമ്പോൾ മൈനസ് ഗാമ അവിടെ നമ്മൾ എഴുതി നിർത്തി. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ നേരിട്ട് ഈ സ്റ്റെപ്പ് അങ്ങോട്ട് എഴുതുകയാണ്. ഡബ്ല്യു ഈസ് ഈക്വൽ കെ ഇൻറ്റു വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ബൈ മൈനസ് ഗാമ പ്ലസ് 1 v1 to v2 എഴുതി കഴിഞ്ഞാൽ ചിലർ എന്ത് സാറ് പറയുന്നത് എന്ന് വിചാരിക്കും, ഉറപ്പായിട്ട് വിചാരിക്കും. അത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞുതരാം. നോക്കൂ, മാത്സിൽ നമുക്ക് പഠിക്കാൻ ഒരു ഫണ്ടമെന്റൽ റിലേഷൻ ഉണ്ട്, ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഫണ്ടമെന്റൽ റിലേഷൻ ആണ്, അതിന് മാറ്റമൊന്നുമില്ല. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡി എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഒരു അധ്യാപകം പോലും പഠിപ്പിക്കാൻ ചാൻസ് ഇല്ല. എക്സ് ആയിട്ട് നിങ്ങൾ ഇവിടെ വി റേസ് ടു മൈനസ് ഗാമ ഇല്ലേ, എക്സ് ആയിട്ട് നിങ്ങൾ വി എടുത്തു, എൻ ആയിട്ട് ഈ എക്സ് റേസ് ടു എൻ എക്സ് ആയിട്ട് വിയും എൻ ആയിട്ട് മൈനസ് ഗാമ എടുത്തു. അന്നേരം നമുക്ക് എങ്ങനെ വരും നോക്കി, ഇന്റഗ്രൽ വി റേസ് ടു ഗാമ ഡി വി എന്ന് പറയുന്നത് എന്ത് വരും നോക്കി. ഇനി നിങ്ങൾ നോക്കി വി റേസ് ടു, കാരണം എക്സിന് പകരം വി, എന്നിന് പകരം മൈനസ് ഗാമ, വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1, എന്നിന് പകരം മൈനസ് ഗാമ, മൈനസ് ഗാമ പ്ലസ് 1. കണ്ടോ, ഇന്റഗ്രേറ്റ് ചെയ്തു. എന്നിട്ട് ലിമിറ്റ് കൊടുക്കണം v1 to v2. ഇനി ഞാനൊരു ചെറിയ മിനുക്കുമണി ഇവിടെ ചെയ്യാണ്. ഈ മൈനസ് ഗാമ പ്ലസ് 1 അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തവും ശക്തവുമായിട്ട്. മൈനസ് ഗാമ പ്ലസ് 1 എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചെഴുതിയാൽ 1 മൈനസ് ഗാമ വരും. 1 മൈനസ് ഗാമ, ആദ്യം 1 എഴുതി പിന്നെ മൈനസ് എഴുതി, 1 മൈനസ് ഗാമ. അത് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഡബ്ല്യു സി കെ ഇൻറ്റു വി റേസ് ടു മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളത് 1 മൈനസ് ഗാമ ബൈ മൈനസ് ഗാമ പ്ലസ് 1 എന്നുള്ളത് 1 മൈനസ് ഗാമ ഇൻറ്റു v1 to v2. ഇത്രയും ക്ലിയർ ആയോ? അടുത്ത സ്റ്റെപ്പിലോട്ട്
ഈ 1 മൈനസ് ഗാമ നമുക്ക് ഇനി പുറത്തെടുക്കാം. അന്നേരം ഇത് 1/1 മൈനസ് ഗാമ ഉള്ള താഴെ കിടക്കുന്ന ടൈമാണ്. അത് പുറത്തെടുക്കുമ്പോൾ 1/1 മൈനസ് ഗാമ വരും. എന്നിട്ട് കെ നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്ത് കിട്ടണ്ടല്ലേ, കഷ്ടപ്പെടണം. W is equal to 1/1 മൈനസ് ഗാമ പുറത്തെടുത്തു. 1/1 മൈനസ് ഗാമ നമ്മൾ പുറത്തെടുത്തു. എന്നിട്ട് കെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം കെ ഇൻറ്റു വി റേസ് ടു 1 മൈനസ് ഗാമ v1 to v2. ഇനിയാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഞാൻ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് ഇത് ലോവർ ലിമിറ്റും ഇത് അപ്പർ ലിമിറ്റും ആണെങ്കിൽ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അന്നേരം ഇവിടെ വിയുടെ അവിടോട്ടാണ് നമ്മൾ ആദ്യം v2 കൊടുക്കണം, അപ്പർ ലിമിറ്റ് കൊടുക്കണം. പിന്നെ വിയുടെ അവിടോട്ട് നമ്മൾ ലോവർ ലിമിറ്റ് ആയിട്ടുള്ള v1 കൊടുക്കണം. എന്നിട്ട് നോക്കൂ, w is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു k ഇൻറ്റു അപ്പർ ലിമിറ്റ് വിക്ക് വരെ v2 കൊടുക്കാം, v2 റേസ് ടു 1 മൈനസ് ഗാമ. സിമ്പിൾ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് k ഇൻറ്റു വിക്ക് വരെ v1 റേസ് ടു 1 മൈനസ് ഗാമ. അന്നേരം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എഴുതി പഠിച്ചില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എഴുതി പഠിച്ചില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടൂ, വായിച്ചു പഠിക്കാൻ പറ്റൂ? ഒരിക്കലില്ല. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് 1-2 വട്ടം നിങ്ങൾ കേട്ടിട്ട് നല്ല വൃത്തിയായിട്ട് അങ്ങ് എഴുതി പഠിക്കണം. പിന്നെ പോകത്തേ ഇല്ല. പരീക്ഷ തരുന്നവരെ പോകത്തില്ല, അത് ഉറപ്പ്, ഗ്യാരണ്ടി, 100% ഗ്യാരണ്ടി. ഇത്രയും വരെ ക്ലിയർ ആയല്ലോ. ഇനിയും കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. എനിക്ക് വേണം 3 മാർക്ക് മുതൽ 5 മാർക്ക് വരെയാണ്. ഇത്രയും നല്ല വൃത്തിയായിട്ട് മനസ്സിലായി. നിങ്ങൾ താഴെ 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 നല്ല സ്റ്റെപ്പുകൾ എഴുതി വരുമ്പോഴത്തേന് ഫുൾ മാർക്ക്. ഹാ, എന്ത് രസം. ബാക്കി ഒറ്റ ഇതിലൂടെ നമുക്ക് നിർത്തി പോവാം. ഓക്കെ വാ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പുകളിലേക്ക് കയറാം. ശ്രദ്ധിച്ചോളാം, ഞാൻ ലാസ്റ്റ് എഴുതി നിർത്തിയേക്കുന്ന ഇക്വേഷൻ ആയിരുന്നു W is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു k ഇൻറ്റു v2 റേസ് ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത സ്റ്റെപ്പ് 1 മൈനസ് ഗാമ മൈനസ് k ഇൻറ്റു v1 റേസ് ടു 1 മൈനസ് ഗാമ. ഇനിയും നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ടല്ലോ, ആദ്യം പഠിച്ച ഇക്വേഷൻ അഡിയാബാറ്റിക് പ്രോസസിന്റെ നോക്കി, p1 v1 റേസ് ടു ഗാമ ഈക്വൽ p2 v2 റേസ് ടു ഗാമ ഈസ് ഈക്വൽ ടു k എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കെയുടെ അടുത്തും നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. W is equal to 1/1 മൈനസ് ഗാമ അതുപോലെ അടുത്ത ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ v2 അല്ലേ ഉള്ളത്. v2 ഉള്ളപ്പോൾ നമുക്ക് ഇവനെ കൊടുക്കാം p2 v2 റേസ് ടു ഗാമ. കാരണം ഇവര് തമ്മിൽ ചേരും. എന്തായാലും കെക്ക് തുല്യമാണ് p1 v1 റേസ് ടു ഗാമയും p2 v2 റേസ് ടു ഗാമയും. ചേരുന്നവർ തമ്മിൽ അങ്ങ് ചേരട്ടെ. കാരണം കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, p2 v2 റേസ് ടു ഗാമ ആണ് ഇവിടെ v2 ഉള്ളത്. നോക്കി, കെക്ക് പകരം p2 v2 റേസ് ടു ഗാമ, പിന്നെ ഇവിടെ കിടക്കുന്ന v2 റേസ് ടു 1 മൈനസ് ഗാമ. ഓക്കെ, അത് നിങ്ങൾക്ക് അടുത്ത മനസ്സിലാകും. മൈനസ് കെക്ക് വരെ ഇവിടെ കൊടുക്കണം, ഇപ്പുറത്ത് v1 ആണ്. അന്നേരം p1 v1 റേസ് ടു ഗാമ. അന്നേരം p1 v1 റേസ് ടു ഗാമ v1 റേസ് ടു 1 മൈനസ് ഗാമ. ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോഴും നിങ്ങൾക്ക് സംശയം തോന്നാം. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m പ്ലസ് n. എത്ര വലിയ സംഭവം നമുക്ക് ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ നോക്കിയേ, ഈ v2 എന്ന് പറയുന്നത് രണ്ട് v2 എന്ന് പറയുന്നത് a ആയിട്ട് എടുക്കുക. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്നുള്ള ഫോമിൽ എടുക്കുകയാണെങ്കിൽ ഗാമ പ്ലസ് v2 റേസ് ടു ഗാമ പ്ലസ് 1 മൈനസ് ഗാമ വരും അല്ലേ. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n, a റേസ് ടു m പ്ലസ് n. ഗാമ പ്ലസ് 1 മൈനസ് ഗാമ എന്ന് പറഞ്ഞാൽ ഗാമയും മൈനസ് ഗാമയും ക്യാൻസൽ. v2 റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് v2 ആണ്. v2 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ വെറും v2. അതുകൊണ്ടാണ് ഇതാണ്ട് ഈ v2 റേസ് ടു ഗാമയും v2 റേസ് ടു 1 മൈനസ് ഗാമയും നമുക്ക് ചെയ്യുമ്പോൾ p2 അതുപോലെ തന്നെ ഇത്രയും ടൈം ചെയ്യുമ്പോൾ നമുക്ക് v2 കിട്ടുന്നത്. എങ്ങനെയാണെന്ന് മനസ്സിലായി. a റേസ് ടു m ഇൻറ്റു a റേസ് ടു എന്ന് പറഞ്ഞാൽ a റേസ് ടു m പ്ലസ് n വെച്ചാകുമ്പോൾ അത് v2 ആയിട്ട് ചുരുക്കി ഷോർട്ടാക്കി. മൈനസ് p1 ഇൻറ്റു ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് v1 റേസ് ടു ഗാമ v1 റേസ് ടു 1 മൈനസ് ഗാമ, ഗാമയും ഗാമ മൈനസ് ഗാമയൊക്കെ വീട്ടിപ്പോവും, v1 കിട്ടും. എന്നാൽ കുറച്ചുകൂടെ ഷോർട്ടായി. W is equal to 1/1 മൈനസ് ഗാമ ഇൻറ്റു p2 v2 മൈനസ് p1 ഇനി പടാന്ന് പറഞ്ഞാൽ നമുക്ക് കേൾപ്പോ നോക്കൂ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു PV is equal to nRT. എന്നിന് നമ്മൾ 1 എന്ന് കൊടുത്താൽ PV is equal to RT. അങ്ങനെയാണെങ്കിൽ P1 V1 is equal to RT1. അവിടെ നിങ്ങൾ ചോദിക്കാം R1 T1 എന്തുകൊണ്ടോ കൊടുക്കാത്തത് സംശയം ഞാൻ തന്നെ പറയണം. നിങ്ങൾ ചോദിച്ചിരിക്കും R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് R ചേഞ്ച് ഇല്ല. P1 V1 is equal to RT1, P2 V2 is equal to RT2.
എന്തിനാന്ന് വെച്ചാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. W is equal to 1/1 minus gamma into P2 V2 ന് പകരം നമുക്ക് RT2 കൊടുക്കാം. RT2 minus P1 V1 ന് പകരം നമുക്ക് RT1 കൊടുക്കാം. ക്ലിയർ? W is equal to ഈ R കോൺസ്റ്റന്റ് രണ്ടിടത്തും R നമുക്ക് കോമൺ ആയിട്ട് പുറത്തങ്ങ് എടുക്കാം. R കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ R/1 minus gamma. ബാക്കി എന്ത് വരും? T2 minus T1. ഇവിടെ ഒരു എഴുതിയാലും മാർക്ക് കിട്ടും. എന്തിനാ നമുക്ക് ഒരു സ്റ്റെപ്പോടെ എഴുതിയാൽ കറക്റ്റ് ആക്കിയേക്കാം. W is equal to R by ഈ 1 മൈനസ് ഗാമ തിരിച്ച് ഗാമ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോമൺ ആയിട്ട് എടുക്കണം. ഇവിടെ രണ്ടിടത്തും മൈനസ് കോമൺ ആയിട്ട് എടുക്കണം. അത് ഇങ്ങനെ വരും. ലാസ്റ്റ് W is equal to R by 1 മൈനസ് ഗാമ എന്നുള്ളത് ഗാമ മൈനസ് 1, പിന്നെ T2 മൈനസ് 1 എന്നുള്ളത് മൈനസ് കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? T1 മൈനസ് T2. രണ്ടിടത്തും മൈനസ് കോമൺ എടുത്ത് വെട്ടിക്കളഞ്ഞാൽ മതി. അന്നേരം ഗാമ മൈനസ് 1 ഇൻറ്റു T1 മൈനസ് T2. ഇതാണ് ഫൈനൽ ഇക്വേഷൻ. W is equal to R by gamma minus 1 into T1 minus T2. നിങ്ങൾ വിചാരിക്കും സ്കൂളിൽ 5 സ്റ്റെപ്പ് എന്നുള്ളൂ, 6 സ്റ്റെപ്പ് എന്നുള്ളൂ. പക്ഷെ നല്ല പോലെ അവർ പറയുന്ന രീതിയിൽ NCERT റൂൾ അനുസരിച്ച് കൃത്യമായിട്ട് എഴുതുമ്പോഴേ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. സ്റ്റെപ്പുകൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം, പക്ഷെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് ചെയ്തു തരാം. ഓക്കെ, ഇങ്ങനെ വേണം പഠിക്കും. ഇങ്ങനെ നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം മക്കളെ. മാർക്ക് കളയരുത്. ചുമ്മാതെ ഡെറിവേഷൻ കൂടുതലുണ്ട്, ഞാൻ ഡെറിവേഷൻ ഒന്നും പഠിക്കത്തില്ലെന്നൊന്നും പറഞ്ഞ് പോകരുത്. നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ, കാർനോട്ട് സൈക്കിൾ, റെഫ്രിജറേറ്റർ. ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഒരു ക്ലാസ് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് പഠിക്കും. അതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വട്ടം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ ഭാഗത്തു നിന്നാണ്. കാരണം നമുക്ക് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരും. പിന്നെ കൈൻഡ് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത് പാടാൻ തീരും. അതുകൊണ്ട് ഫിനിഷ്. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യിപ്പിച്ചു തരാം. നാളത്തേക്ക് കരുതിയിരിക്കുക നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് വീഡിയോ 2. അതുകൊണ്ട് നമുക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ഏകദേശം ഒരു പിക്ചർ കിട്ടും. എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താൽ ഫുൾ മാർക്ക്. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. അധ്യാപകൻ കഷ്ടപ്പെടുമ്പോൾ വിദ്യാർത്ഥികൾ 1000 ഇരട്ടി കഷ്ടപ്പെടും. മാർക്ക് കിട്ടില്ല. മാക്സിമം മാർക്സ് ഈസ് ഈക്വൽ ടു മാക്സിമം ഹാർഡ് വർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം മാർക്സ്. ഓക്കെ, ബൈ ബൈ, സി യു. ഓക്കെ.